പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടെ ക്ഷേമത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും ദൈവത്തിൻ്റെ സ്തോത്രം തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, സകല അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കി. ഹല്ലേലൂയ. ആ യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ ദൈവത്തിന് സ്തോത്രം തുടയ്ക്കുമെന്ന് കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവവൈതലേ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കണ്ണുനീര് തുടയ്ക്കുമെന്ന്. ഹല്ലേലൂയ. അനേക നാളുകളായി കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അവൻ മറുപടി തന്ന് മാനിക്കുമെന്ന്. നിൻ്റെ കണ്ണുനീരിനെ തുടച്ചിട്ട് നിൻ്റെ പ്രയാസത്തെ മാറ്റിയിട്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വലിയവ ചെയ്യുമെന്ന് യെശയ്യാപ്രവാചകൻ ഇവിടെ വിളിച്ചു പറയുകയാണ്. ദൈവം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇന്നത്തെ ഹല്ലേലൂയ രാവിലെ പ്രഭാത സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, നിങ്ങളുടെ കണ്ണുനീരിനെ കാണുന്ന ഒരുവനുണ്ട്, നിങ്ങളുടെ വേദനകളെ അറിയുന്ന ഒരുവനുണ്ട്, നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരുവനുണ്ട്. അവനെയാണ് നമ്മൾ ആരാധിക്കുന്ന. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നതാണ്, സകല മുഖങ്ങളിൽ നിന്നും ഒരാളുടെ മുഖത്തിൽ നിന്ന് നല്ല പ്രിയമുള്ളൊരു സകല മുഖങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ദൈവസന്നിധി താണ് പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെയും മുഖത്തിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റുന്ന ഒരുവൻ. ഹല്ലേലൂയ. കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് പ്രിയമുള്ളവർ നമ്മളായിരിക്കുന്നത്. നമ്മളൊരിക്കലും മറന്നു പോകരുത്. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും. നിന്ദിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ, നമ്മെ ദൂഷിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ മറന്നു പോകരുത്. നമ്മളെ ഹല്ലേലൂയ നമ്മുടെ നിന്നയെ മാറ്റുവാൻ, നമ്മുടെ പ്രയാസത്തെ മാറ്റുവാൻ, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയായവനെന്ന വചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് സന്തോഷിപ്പിച്ച വാക്യമാണ്. ദൈവത്തിന് കണ്ണുനീരിനെ മാറ്റുന്നവൻ, നിന്നയെ മാറ്റുന്നവൻ, പ്രതിസന്ധികളെ മാറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ദൈവത്തിന് എന്തുമായിക്കോട്ടെ, കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് കടന്നു വാ. കർത്താവിനോടൊന്ന് പറ. നമ്മുടെ കണ്ണുനീര് മാറ്റിത്തരും, നമ്മുടെ നിന്ന മാറ്റിത്തരും, നമ്മുടെ പരിഹാസം മാറ്റിത്തരും. ആ കർത്താവിൻ്റെ സന്നിധിയാണ് നമ്മൾ ആയിരിക്കുന്നതെന്നോ നമ്മളൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഇതിനോടനുബന്ധിച്ചൊരു വാക്യം ഞാൻ പലപ്പോഴും വായിക്കുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം ഹല്ലേലൂയ 7-ാം അധ്യായം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് പ്രിയമുള്ളവരെ. അവിടെ നമ്മൾ 11-ാം വാക്യം 7-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. ദൈവത്തിന് സ്തോത്രം. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ, ദൈവത്തിന് സ്തോത്രം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ പട്ടണത്തിൽ നൈൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ്റെ കർത്താവിൻ്റെ കൂടെ തൻ്റെ ശിഷ്യന്മാരും പോയി എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവന് ദൈവത്തിന് പട്ടണത്തോട് ഹല്ലേലൂയ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയി ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നെന്ന്. ദൈവത്തിന് ഇത്ര പ്രയാസമേറിയൊരു ദൈവത്തിന് സ്തോത്രം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രിയപ്പെട്ട സഹോദരി കടന്നു പോകുന്നത്. എപ്പോഴോ തൻ്റെ ഭർത്താവ് ലോകത്തിൽ മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവും ശിഷ്യന്മാരും കൂടി ഹല്ലേലൂയ കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. മരിച്ച് ഒരുത്തനെ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. അവളെ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഏക മകനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏക മകൻ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്,
എന്താണ്? അവൾ വിധവയാ. ദൈവത്തിന് നാളുകൾക്ക് മുമ്പ് തൻ്റെ ഭർത്താവ് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. വേദനയുടെ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു സഹോദരി, വളരെ വേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരു സഹോദരി, വളരെ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു സഹോദരി. എന്നിട്ട് പട്ടണത്തിലെ വലിയൊരു പുരുഷാരും അവളോടുകൂടെ ഉണ്ടായിരുന്നെന്ന് ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ, ആ സഹോദരിയെ കണ്ടിട്ട് കർത്താവ് മനസ്സലിയുന്ന കണ്ണുനീരിനെ ഒപ്പുന്ന ഒരു നാഥൻ കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്ന മറന്നു പോകരുത്. ഇവിടെ പറയുക, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. എന്നിട്ട് അവളോട് പറയുക, കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് എന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. അധികാരത്തോട് അവളോട് പറയുക, നീ കരയണ്ട എന്ന്. കണ്ണുനീര്, ഹല്ലേലൂയ. അവിടെ കണ്ണുനീര് കണ്ടിട്ട് ഹല്ലേലൂയ കർത്താവ് മനസ്സലിഞ്ഞിട്ട് പറയുക, നീ കരയണ്ട. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാളുകളായി പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള, നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവൊന്ന് തൊടാൻ പോവാ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ വിഷയത്തിന് മേൽ എൻ്റെ കർത്താവൊന്ന് തൊടാൻ പോവാ. അതിന്മേൽ എൻ്റെ കർത്താവ് ഹല്ലേലൂയ വിടുതൽ അയക്കാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മഞ്ചം തൊട്ടു ഹല്ലേലൂയ നിന്നുവെന്ന് അമ്മ ചുമക്കുന്നവർ നിന്നു. എന്നിട്ട് പറയുന്നത്, അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് ഞാൻ ചുരുക്കുക. എന്നിട്ട് ഹല്ലേലൂയ ബാല്യക്കാരെ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കൽപ്പിക്കേണ്ടിവൻ പറയുക, ദൈവം അധികാരമുള്ളവൻ പറയുക, മഞ്ചം തൊട്ടിട്ട് പറയുക, കരയേണ്ട എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരിയോട് പറയുവാൻ അധികാരമുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. ആ കരച്ചിലിൻ്റെ മറുപടി ഹല്ലേലൂയ നൽകി തരുന്നവൻ ഇവിടെ പറയുക. ഹല്ലേലൂയ. ബാല്യക്കാരായി എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, എന്നിട്ട് മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്ന കണ്ണുനീരോട്, വേദനയോട്, ഭാരത്തോടായിരിക്കുന്ന സഹോദരി ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു എന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുവാൻ അധികാരമുള്ളവൻ അവൻ പറയുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തിയെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്ന് ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അമ്മ കരയുന്ന മാതാവിന് ഹല്ലേലൂയ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരോട്, ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കരച്ചിൽ, കണ്ണുനീര്, വേദന കാണുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് പകൽ രാവിലെ സമയം മറന്നു പോകരുത്. ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര ആരെങ്കിലും കണ്ണുനീരോട് വേദനയോട് ആയിരിക്കുന്നെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ കഴിയുന്നവനെയാണ് ഞാൻ ആരാധിക്കുന്ന പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മെ തന്നെ ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് തന്നല്ലോ. കണ്ണുനീരൊപ്പുന്നവൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.